അസ്സലാമു ഗൈസ്, ഞാൻ ഇന്നൊരു നാടൻ അവിയൽ വെക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം നമുക്ക് ഈ മലക്കറികളെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇത്രയൊക്കെ അരിഞ്ഞെടുത്തേ നമുക്ക് ഇതിന് കഴുകി ഒരു പാത്രത്തിലേക്കാക്കി വേവിക്കാൻ വയ്ക്കാം. അതിന് മുമ്പ് ഈ വേസ്റ്റിനകത്ത് ഇത് അരിഞ്ഞ ഇതിന് ഇവിടെ ഇഞ്ചി നട്ടിട്ടുണ്ട് കേട്ടോ ചാക്കിനകത്ത്. ഇങ്ങനെയുള്ള വേസ്റ്റുകളെല്ലാം ഓരോ ദിവസവും ഓരോന്നിൻ്റെ മുട്ടിലാണ് മഞ്ഞ, ഇഞ്ചി അതിൻ്റെയൊക്കെ മുട്ടിലാണ് ഇടുന്നത്. ഇന്നിപ്പോൾ എന്തായാലും ഇഞ്ചിയുടെ മുട്ടിലേക്ക് ഈ വേസ്റ്റ് കൊണ്ടിടാം. ഇതാണ് ഇഞ്ചി കേട്ടോ. അലോവേര മുകളിൽ ഒരുപാടുണ്ടായിരുന്നു, എല്ലാം പുഴുത് കളഞ്ഞു. അപ്പോൾ ഈ വേസ്റ്റ് നമുക്ക് ഇതിലോട്ടിടാം. ഇനി നമുക്ക് ഈ മലക്കറി ഒന്ന് കഴുകിയെടുക്കാം. ഒരു കയ്യിൽ ഫോണും പിടിച്ച് ജോലി ചെയ്ത് വീഡിയോ എടുക്കുന്നത് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. പക്ഷേ എന്നാലും നമുക്ക് ചെയ്താലല്ലേ പറ്റുള്ളല്ലേ. തൊലി ചെത്തിയിട്ട് അരിയുന്നത് കൊണ്ട് അത്ര അഴുക്കില്ല. അപ്പോൾ മലക്കറിയെല്ലാം കഴുകി കുട്ടപ്പന്മാരാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലാവശ്യമായ അരപ്പരച്ചെടുത്ത് വരാം. അപ്പോൾ അവിയലുണ്ടാക്കുന്നതിന് ആവശ്യമായ തേങ്ങ ചിരുകിയെടുക്കാമേ. തേങ്ങ തിരുവിയതിന് പിന്നെ ഒരു പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി ഇതിനെ നമുക്കൊരു ജാറിലേക്ക് ഇടാമേ. കുറച്ച് ശകല വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അരപ്പരച്ചെടുത്ത് അതിന് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം കുറവ്, അവിയൽ വെന്ത് വരണമല്ലോ. ഇവിടെ നല്ല വെന്ത് ഉടയുന്ന അവിയലാണ് ഇഷ്ടം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ജീരകപ്പൊടി ഞാൻ നേരത്തെ ജീരകം അരച്ചില്ലായിരുന്നു, പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൊടി ശകലം. ഒരു സാധനം കൂടെ ഉണ്ട്, കറിവേപ്പില. നമ്മളിവിടെ കടുവറുത്ത് താളിക്കാറില്ല അവിയലിന്. അവിയൽ വെന്ത് വരുമ്പോൾ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇറക്കാറാണ് പതിവ്. അപ്പോൾ കരിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കിനി ഇതിനെ അടുപ്പിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അവിയൽ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് വേവാൻ. ഇതിന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഗൈസ്. കുറച്ച് നേരം ഇരുന്ന് വേവട്ടെ. എനിക്കൊരു കാര്യം പറയണ്ടേ, ഞാൻ കുറച്ച് ദിവസത്തേക്ക് ലൈവ് നിർത്തി. കാരണം വേറൊന്നുമില്ല, ഹാഫ് മോണി അല്ലെങ്കിൽ മോണിയായ ചാനലുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ലൈവ് ചെയ്യുന്നത് കൊണ്ട് അല്ലേ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വീഡിയോ കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടാ. നമ്മളെ പോലുള്ള ഒരു മോണി ഹാഫ് മോണി പോലും ആവാറായില്ല. അങ്ങനെയുള്ളൊരു ലൈവ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് ഗൈസ്. വെറുതെ 2-3 മണിക്കൂർ സമയം കളയാമെന്നേ ഉള്ളൂ. മാത്രമല്ല ആരും ലൈവിലൊന്നും വരികയില്ല. ലൈവിൽ മിനിമം ഒരു 10 പേരെങ്കിലും വാച്ച് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് വാച്ച് അവർ കയറുകയുള്ളൂ അല്ലേ. നിങ്ങളുടെ അഭിപ്രായം എന്തിനാണെന്ന് ഈ വീഡിയോ കാണുന്നവർ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അവിയൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കടുവറുത്ത് ഒഴിക്കില്ല കേട്ടോ, കരിവേപ്പിലയൊന്നും താളിച്ചൊഴിക്കാറില്ല. അതിന് പകരം ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും.
അപ്പം നമ്മൾ അവിയൽ റെഡി ആയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ലൈവ് ഇടുന്നില്ലെന്നും പറഞ്ഞാൽ ആരും വീഡിയോയും ഷോർട്സൊന്നും കാണാതിരിക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആര് കമൻറ്റ് ചെയ്താലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഗൈസ്. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം, വീണ്ടും കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.